ഇവിടെയും ഐസാണ് കണ്ടില്ലേ. അതുപോലെ ഇതിന് ബ്ലാക്ക് ഐസ് എന്നാണ് പറയണ. ഇത് ശരിക്കും ഇതൊരു തടാകമാണ്. ശരിക്കും ഇത് പണ്ട് ആ ഒരു ഭൂകമ്പം ഉണ്ടായ ടൈമിൽ ശരിക്കും ഇവിടേക്ക് അത്യാവശ്യം മരങ്ങൾ ഉണ്ടാകുന്നുട്ടാ. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ, ഫുള്ളിങ്ങനെ മഞ്ഞ് വീണടക്കാണ്. മഞ്ഞാണ്ടാ, അതും ഈ സൈഡിലും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബുദ്ധ പാർക്കിലാണ്, അതായത് തവാങ്ങിലാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ച ആ റൂമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കണ്ടില്ലേ. പിന്നെ സാധനങ്ങൾ ഇവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മളാകെ 2 ബാഗ് മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട്. ഇന്ന് കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈച്ചയ്ക്ക് ഇതാണ് പോണത്. കാരണം എൻ്റെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയിട്ട് എത്തണേ ഉള്ളൂ. അപ്പോൾ അതിനിപ്പോൾ എത്തണമെങ്കിൽ തന്നെ അടിയിലെത്തുള്ളൂ. നമ്മൾ കുറേ ദിവസം ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മേലിലേക്ക് പോകാനുള്ള പ്ലാനിലിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നും ഈച്ചയ്ക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇനിയിപ്പോൾ അങ്ങാടേക്കാണ് പോകുന്നത്. അവിടെ മേളൊക്കെ ക്ലിയറാണ്, സ്നോഫാൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങാടേക്കാണ് നമ്മൾ കയറണേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകൾ മറ്റേയും പോയൊക്കെ ചെയ്യാണ്ട്. ഇപ്പം നിങ്ങൾ തവാങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ക്ലൈമറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ബുംല പാസ്സൊക്കെ അടിപൊളിയായിട്ട് കയറാൻ പറ്റും. പിന്നെ ഇത് വേറെ ആൾക്കാരുടെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ചാവിയുണ്ട്. എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മൾ ഇന്നും വീണ്ടും ഇറങ്ങി കേട്ടോ. അപ്പോൾ അതെ 2 ബാഗുണ്ട്. ഇത് ഒന്നിൽ വെള്ളവും പിന്നെ അതേപോലെ പവർ ബാങ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ. പുറകിൽ സ്ലീപ്പിംഗ് ബാഗ് മസ്റ്റാണ് കേട്ടോ. എവിടെയെങ്കിലും താങ്കാ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നടുവേ ആയില്ല. നമ്മൾ പയ്യെ ഇറങ്ങി കേട്ടോ. ഇതൊക്കെ പോൺ റൂട്ടിലേക്ക് കണ്ടു കേട്ടോ. 2 കുതിരകൾ ഇങ്ങനെ പുല്ല് ചെയ്യുന്നുണ്ടിരിക്കണേണ്. നല്ല തണുപ്പാന്ന് കേട്ടോ. ഇപ്പോഴാണ് വെയിലൊക്കെ വന്നത്. അപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കണേന്ന് തോന്നുന്നുണ്ടാ. നമ്മളെ ഇപ്പോൾ ഉള്ളത് ഷൂങ് സ്റ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരം വന്നത് ആർമിയുടെ ഒരു ട്രക്കിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഷൂങ് സ്റ്റാർ ലേക്ക് കേട്ടോ. ഷൂങ് സ്റ്റാർ അല്ല, ഷങ് സ്റ്റാർ ലേക്ക് അല്ലെങ്കിൽ മാധുരി ലേക്ക് എന്ന് പറയും. അപ്പോൾ ഇത് മാധുരി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയാണ് പോണത്. അതുപോലെ തന്നെ നമ്മൾ വന്ന വീഡിയോസൊന്നും കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. വണ്ടികളൊന്നും കിട്ടിയില്ല. സത്യം പറയുന്നത് ആദ്യം കിട്ടിയത് ഒരു പോലീസുകാരൻ്റെ വണ്ടിയാണ്. ആ വണ്ടിക്ക് കുറച്ച് ദൂരം വരെ കിട്ടിയേട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ മിസ്സായി. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണി കിടന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വന്ന വഴിയിലൊക്കെ ഫുള്ളിങ്ങനെ മഞ്ഞ് വീണ് കിടക്കണേണ്. ഇത് നോക്കി, ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും സൈക്കിളിന് വരാൻ വേണ്ടി ഇന്ന് വെച്ചിരുന്നു. പക്ഷേ സൈക്കിൾ വന്നതിനെ പണി കിട്ടും പറഞ്ഞിട്ടാ. എൻ്റെ സൈക്കിൾ എത്തിയിട്ടില്ല, ഇന്നെത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ബയ്യാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പുള്ളി സെറ്റായിക്കോളും. നമ്മൾ ഷങ് സ്റ്റാറിലേക്ക് കാണാൻ വേണ്ടി പോകണം കേട്ടോ. റോഡ് പണിയെടുക്കാൻ ഉണ്ട് കേട്ടോ റോഡിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെ മിറ്റിലൊക്കെ വിരിച്ചിട്ടേക്കണത്. കണ്ടില്ലേ, ഫുള്ളും മഞ്ഞാട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ടീ പോയിൻറ്റുകൾ, സ്നാക്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മലയൊക്കെ നോക്കിയേ. അപ്പോൾ എന്തായാലും നമ്മൾ പയ്യെ ഷങ് സ്റ്റാർ ലേക്കിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ ഷങ് സ്റ്റാർ ലേക്ക് എത്തിയിട്ടാ. വെൽക്കം ടു ഷങ് സ്റ്റാർ. അപ്പോൾ ഈ റൂട്ടാണ് പോകേണ്ടത്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അല്ലേ. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടാ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വന്നവയ്ക്ക് ആർമിയുടെ കൂടെ വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് കുറേ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലുങ്റല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊരു ഇന്ത്യ ചൈന ബോർഡറാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇത്ര ഫീറ്റിലാണ് വന്നത്, 14,266 ഫീറ്റ് കേട്ടോ. അപ്പോൾ അത് കയറണം. അതുപോലെ തന്നെ ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട് കേട്ടോ ആർമിയുടെ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് ഷങ് സ്റ്റാറിലേക്ക് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു ആർമിയുടെ ഒരു ക്യാൻറ്റീനുണ്ട് കണ്ടില്ലേ. ചായ, കോഫി, അങ്ങനെ ക്യാപ്പിച്ചിനോ അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ചായക്ക് ഭയങ്കര റേറ്റാണ്. എത്രയാണ്, 30 രൂപയൊക്കെ ഉണ്ടാ. ആദ്യമായിട്ടാണ് ഒരു ആർമിയുടെ ക്യാൻറ്റീനിൽ ഇത്രയും പൈസ കണ്ടത്. പിന്നെ ഞാൻ ആകെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ ഉണ്ട് ഈ ഉംലിംഗ്ല പാസിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എത്ര 70-60 രൂപ കണ്ടേക്ക് ഒരു ചായക്ക്. പക്ഷെ അതൊക്കെ ഭയങ്കര കത്തിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് ഈ ആർമിയുടെ ഇതല്ലേന്ന് വിചാരിച്ച് പോയി കയറിയതാണ്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷങ് സ്റ്റാർ അല്ലെങ്കിൽ മാധുരി ലേക്ക് എന്ന് പറയണ കേട്ടോ. ചിന്ത ഭംഗിയല്ല കാണാൻ വേണ്ടി. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് അങ്ങാടേക്ക് പോകാൻ പറ്റും.
അതുപോലെ തന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, ഊഞ്ഞാലൊക്കെ ആടാം. പിന്നെ അത് നമുക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഫുള്ള് ആർമിയുടെ ക്യാമ്പുകളാണ് കേട്ടോ. അതുപോലെ ആ ഒരു കാണുന്ന മലയ്ക്ക് ഫുള്ള് മഞ്ഞാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ട്. പിന്നെ പട്ടിയൊക്കെ ഇറങ്ങി കിടക്കണ നോക്കി അവിടെ. ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജും കൂടെയാണ് കേട്ടോ. ഇതും ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ഐസായിട്ട് കിടക്കണേട്ടാ. രാത്രിയിലൊക്കെ ഇവിടെ -डिग्री ടെമ്പറേച്ചറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ബ്രിഡ്ജുകളിൽ ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് നോക്കി, ഇതിങ്ങനെ പറക്കണം നോക്കി, അടിപൊളിയല്ലേ. ശരിക്കും ഇതൊരു തടാകമാണ്. ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1950 ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടായതാണ് ഈ ഒരു തടാകം. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മലനിരകളിൽ നിന്ന് വന്ന വെള്ളമില്ലേ, അത് നേരെ വന്ന് പതിക്കണത് ഈ ഒരു തടാകത്തിലാണ്. ശരിക്കും ഇത് പണ്ട് ആ ഒരു ഭൂകമ്പം ഉണ്ടായ ടൈമിൽ ശരിക്കും ഇവിടെയൊക്കെ അത്യാവശ്യം മരങ്ങളുണ്ടാകുന്നു കേട്ടോ. ഈ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ, ഇത് പിന്നെ വെള്ളം നിറഞ്ഞ് അതിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയിട്ടാ. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ശരിക്കും ഇത് പണ്ട് ഒരു നിലമായിരുന്നു. ആ ഒരു നിലം പിന്നീടാണ് ഈ ഒരു തടാകമായി മാറിയത് കേട്ടോ, ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന്. ഇവിടെ ഒരുപാട് രീതിയിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ വെള്ളം മൊത്തം വന്നത് മലനിരകളിൽ നിന്ന് ഒഴുകിയാട്ടോ വന്നത്. അതുപോലെ തന്നെ ഇതിനെ ശരിക്കും ഈ ഒരു തടാകത്തിൻ്റെ പേരെന്ന് പറയുന്നത് സംഗസ്റ്റാർ ലേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. സംഗസ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊൻപ ഭാഷയിലാണ് കേട്ടോ പറയണത്. ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ്. അപ്പോൾ അവർ മൊൻപ വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അവരുടേതായിട്ടുള്ള ലാംഗ്വേജിലുള്ള പേരാണ് ശംഖിസ്റ്റാർ. പിന്നെ 2003 കുറച്ച് ഹിന്ദി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഒരു ലേക്കിനെ മാധുരി ലേക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇത് വേണമെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടാളക്കാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം സ്നോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 ദിവസം ഒരു സ്നോഫാൾ ഇല്ല, പക്ഷെ ഇത് ഒരു 3-4 ദിവസം മുമ്പ് പെയ്ത സ്നോയാണ് കേട്ടോ. അപ്പോൾ വെയിലുണ്ട്, എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്ഥിതി ചെയ്യണത് 12,000 അടി ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യണത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഒരു ഊഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസൊക്കെ ഒഴിക്കെ മരം വെച്ചുണ്ടാക്കിയേക്കണേ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ 1950 ഉണ്ടായിരുന്ന ഒരു ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു ഇതായിട്ടാണ് ഇവർ ഈ ഒരു മരവും പിന്നെ അതുപോലെ തന്നെ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹയസ്റ്റ് പീക്കും കൂടെ ഉണ്ട്. ഹയസ്റ്റ് പീക്കല്ല, 14,000 സംതിങ് ഫീറ്റ് ഉണ്ട്, ലുങ്റല എന്ന് പറയും. അപ്പോൾ അത് കാണാൻ വേണം. അപ്പോൾ വണ്ടി കിട്ടുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ നമുക്ക് ഇങ്ങനെ പോവാട്ടാ. എനിക്ക് തോന്നുന്നു ആ റൈറ്റിൽ കാണുന്ന മലനിരകളാണെന്ന് തോന്നണേ. അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മലയിൽ. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാലാവസ്ഥ തണുപ്പുണ്ട് കേട്ടാ. അപ്പം ഇനിയിപ്പോൾ ലുങ്റല പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് പോകണം കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി പോണതാണ്. ലുങ്റല പോണ റൂട്ടാണ് കേട്ടോ. കാണാൻ ഇവിടുന്ന് പണി നടക്കണേന്, കുറച്ച് നേരം റോഡ് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ആ ഒരു വ്യൂ എടുക്കാൻ വേണ്ടി പോകണം. കാരണം നമ്മൾ വന്നത് ആർമിയുടെ വണ്ടിയായതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ ഫുൾ ഐസാണ് കേട്ടോ. ഇവിടെയും ഐസാണ്, ഇതുണ്ടല്ലേ. അതുപോലെ ഇതിന് ബ്ലാക്ക് ഐസ് എന്നാണ് പറയണ. ഇത് ഐസാണ് കേട്ടോ. പെട്ടെന്ന് അറിയില്ല. നോക്കിയേ, ഇതാണ് കൂടുതൽ ആൾക്കാരും ആക്സിഡൻ്റ് ആണ് ഒരു സംഭവം കേട്ടോ. തെന്നിപ്പോവും, കണ്ടില്ലേ. നമ്മളിത് കാല് വെക്കുമ്പോൾ തന്നെ തെന്നിപ്പോണേണ്. ഇതാണ് ബ്ലാക്ക് ഐസ് കേട്ടോ, ഡേഞ്ചറാണ്. നമ്മളെപ്പോഴേക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണട്ടാ. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ, ഫുള്ളിങ്ങനെ മഞ്ഞ് വീണടക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നോഫാൾ ഉണ്ടായിരുന്നു, ആ ഒരു മഞ്ഞാട്ട് ഈ കാണുന്നത്. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതും അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിയേ, ഐസ് ഇതായിട്ടിരിക്കണ, ഫ്രീസായിട്ടിരിക്കണേണ്, സെറ്റാണ്ടാ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശംഖിസ്റ്റാർ ലേക്കിന്റെ വ്യൂ ആണ് കേട്ടോ.
അടിയിലൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് ആ ഒരു ജംഗ്ഷൻ അങ്ങാടേക്ക് പോണേട്ടാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അത് ഞാൻ ആദ്യത്തെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വന്നേക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ റോഡ് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവര്. അതെ, റോഡൊക്കെ ഫുള്ള് മഞ്ഞാണ്ട. അതും ഈ സൈഡിലും ഉണ്ടല്ലോ നല്ല രീതിയിൽ. ഇനിയിപ്പോ ഇന്നൊക്കെ സ്നോഫാള് വീഴാൻ ചാൻസ് വളരെ കുറവാണ്. ഇന്നത്തെ കാലാവസ്ഥ ഉണ്ടല്ല, അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെ വെള്ളച്ചീക്കണ വേറെ ഒന്നുമില്ല കേട്ടാ. കാരണം മഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ്. അതായത് ഇവിടെ ഫുള്ള് മഞ്ഞ് വീണ് ഇങ്ങനെ ഉറഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ മറ്റേ അതിന്റെ പല്ല് വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടാട്ടാ ആ ഒരു കളറൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ സ്ലിപ്പ് ആവണുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയേട്ടാ. അവിടെ ബ്രിഡ്ജിന്റെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ഫ്രണ്ടില്. അപ്പോൾ വണ്ടിയൊന്നും പോകില്ലെന്ന് തോന്നട്ടാ, ഒരു പിടുത്തമില്ല. അപ്പോൾ അത് ഇവിടെ ഒരു ആർമി പോലീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇല്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പയ്യെ പോകാൻ പറ്റുമെന്ന് നോക്കാട്ടോ, അല്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും തങ്ങേണ്ടി വരും. ഇതാണ് നമ്മൾ പോകേണ്ട റൂട്ട് കേട്ടാ. പക്ഷെ വണ്ടി പോകണ്ടല്ല, ബിആറോടെ വണ്ടി പോകണ്ടായിരുന്നു. മിക്കവാറും വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബിആറാണ് പണി ചെയ്യണത് ഇവിടെ, റോഡിന്റെ പണിയൊക്കെ. നമ്മളിപ്പോൾ ടീക്കുൻപ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട് എത്തിയ. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് വന്നത്. ഭയ്യ, താങ്ക് യു ഭയ്യ, താങ്ക് യു. ഇതാണ്ടാ ടീക്കുൻപ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കാലാന്ന് വെച്ച്. ഇവിടെ എവിടെയും തങ്ങാനുള്ള സ്പേസ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. എന്തൊരു മൊണാസ്ട്രി ഉണ്ട്, ചോദിച്ചു നോക്കാം. പിന്നെ അത് നോക്കി ആ മലയൊക്കെ നോക്കി ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാ, അത് നോക്കി. പിന്നെ അതുപോലെ ഇതാണ് ലുങ്റൂല പോണ റൂട്ട് കേട്ടാ. ആണ് കേട്ടാ ടീക്കുൻപ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ശരിക്കും പേര് ആ ടീ എന്താന്ന് നോക്കട്ടെ. ഇതിലൂടെ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയേക്കണേട്ടാ. ടാക്സൻ കൊൻപ എന്നാണ് എൻ്റെ പേര്. പിന്നെ അതുപോലെ ഇവിടെ കാർഗിൽ വിജയ് ദിവസിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇതാണ് നിൽക്കാൻ പറ്റുമോ എന്നറിയില്ലല്ലോ, തങ്ങാൻ പറ്റുമോ എന്നൊരു പിടുത്തമില്ല കേട്ടോ. ചോദിച്ചു നോക്കാം. ഇതാണ് ടീക്കുൻപേട്ടാ. നമ്മളെ നേരത്തെ എന്നത് ആ ഒരു കൊൻപേരായിരുന്നു കേട്ടോ, അതായത് മൊണാസ്ട്രിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ ഒരെണ്ണം ഇവിടെ പണി തന്നെ കേട്ടോ, അങ്ങടേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവർ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മുറിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാരണം പുറത്ത് കിടക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ടെൻറ്റിലല്ലേ, നമ്മൾ ടെൻറ്റ് അടിച്ചതെന്ന്. അപ്പോൾ ഇവരെല്ലാ സൗകര്യവും നമുക്ക് തന്നിട്ടാ. അപ്പോൾ ഇവർ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ. ഇവർ പണിയിലാണ്, പെയിൻറ്റിങ്ങിൻ്റെ പണിയിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയൊരു മൊണാസ്ട്രിയാണിത്. ഇവിടെ നിന്ന് നല്ല കിട്ടിയെല്ലാം വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായത് ഇവിടെ ഉണ്ടാ. हाय भैया, हाय। अब लोग का नाम क्या है भैया? लत्तू से भी तंग का है ना। हाय भैया। अब लोग का नाम क्या है भैया? अच्छा अच्छा, थैंक यू भैया, थैंक यू सो मच।